ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എ പത്മകുമാർ ചോദ്യമുനയിൽ. എ പത്മകുമാർ SITക്ക് മുന്നിൽ ഹാജരായെന്ന് സൂചന. SIT തലവൻ SP ശശിധരന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ഉൾപ്പെടെ പത്മകുമാറിൽ നിന്നും ചോദിച്ചറിയും. വിവരങ്ങൾ നൽകാൻ രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, ഒടുവിൽ പത്മകുമാറിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതായത് പത്മകുമാറിനെ തൊട്ടാൽ വരാനിരിക്കുന്നത് ഉന്നതരിലേക്കുള്ള വഴികൾ എന്ന തോന്നിപ്പിക്കലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വൈകിയത് എന്ന ചോദ്യമായിരുന്നു ആദ്യം ചോദിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ചോദ്യങ്ങൾക്ക് മുന്നിലേക്ക് പത്മകുമാർ എത്തിയെങ്കിൽ അറസ്റ്റ് അടക്കം ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? കൃഷ്ണരാജ്, ഏതായാലും വളരെ നിർണായകമായ ഒരു നീക്കമാണ് നിലവിലിപ്പോൾ SIT നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു. പത്മകുമാറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് SIT നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഈ സ്വർണം ചെമ്പാക്കിയതിൽ പത്മകുമാറിന്റെ വളരെ നിർണായകമായ പങ്കുണ്ട് എന്ന് SIT കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, അന്ന് ദേവസ്വം ബോർഡ് ഉത്തരവനുസരിച്ചാണ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. നേരത്തെ അറസ്റ്റിലായ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിന്റെ മൊഴിയും ഇത് സാധൂകരിക്കുന്നതാണ്. പത്മകുമാർ കൂടി അറിഞ്ഞിട്ടാണ് ഇത്തരമൊരു ക്രമക്കേട് ശബരിമലയിൽ നടന്നത് എന്ന് N വാസു മൊഴി നൽകിയിരുന്നു. മാത്രമല്ല, നേരത്തെ അറസ്റ്റിലായിരുന്ന മുരാരി ബാബു, അതുപോലെ തന്നെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ എന്നിവരുടെ മൊഴികളും ഇത് സാധൂകരിക്കുന്നതാണ്. കൃത്യമായ പങ്ക് പത്മകുമാറിന് ഉണ്ട് എന്നത് സംബന്ധിച്ച് SITക്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായിരുന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ചപ്പോഴാണ്, മിനിറ്റ്സ് രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് പത്മകുമാറിനും ഇതിൽ വളരെ നിർണായകമായ പങ്കുണ്ട് എന്ന് വ്യക്തമായത്. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് ആക്ടുകൾ രൂപീകരിച്ചുകൊണ്ടുള്ള ഉത്തരവ് പ്രകാരം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് പുറത്തിറക്കുന്ന ഉത്തരവ് അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ അംഗങ്ങളും അറിഞ്ഞുകൊണ്ടാണ് എന്ന് തെളിയിക്കുന്നതാണ്. മിനിറ്റ്സ് രേഖകൾ ഉൾപ്പെടെ ഇതുകൂടി പരിശോധിച്ചുകൊണ്ടാണ് പത്മകുമാറിന്റെ പങ്കിലേക്ക് എത്തിയിരുന്നത്. മാത്രമല്ല, പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ശബരിമലയിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്ന വേളയിൽ അവിടുത്തെ ജീവനക്കാരിൽ നിന്നുൾപ്പെടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. 2019 മുതൽ ശബരിമലയിലുള്ള ജീവനക്കാരിൽ നിന്നാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുമ്പോൾ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്മകുമാർ നൽകി എന്ന രീതിയിലുള്ള മൊഴികൾ അവിടെ ലഭിക്കുകയും ചെയ്തിരുന്നു. പത്മകുമാറിന്റെ മുറിയായിരുന്നു അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിരമായി ഉപയോഗിച്ചത് എന്ന് തെളിയിക്കുന്ന മൊഴികളും ജീവനക്കാരിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന് ഈ സ്വർണ്ണക്കവർച്ചയിൽ വളരെ നിർണായകമായ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ആദ്യം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തതും ജനൻ TV-യാണ്. പത്മകുമാറിന്റെ പങ്ക് ഉൾപ്പെടെ പുറത്തു കൊണ്ടുവരുന്നതും ജനൻ TV വാർത്തയിലൂടെയാണ് എന്നതും വളരെ വ്യക്തമാണ്. ഏതായാലും ഇപ്പോൾ SIT പത്മകുമാറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും ഈ സ്വർണ്ണക്കവർച്ച ശബരിമലയിൽ നടന്നത് എന്ന കാര്യം വ്യക്തമാക്കുന്ന രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നിലവിൽ ഹൈക്കോടതിയുടെ കൈവശമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ രേഖകൾക്കും അപ്പുറത്തേക്ക് സ്പെഷ്യൽ കമ്മീഷൻ നൽകിയ രേഖകൾ കൂടി പരിശോധിച്ചാണ് ഹൈക്കോടതി നേരത്തെ ഈ ദേവസ്വം ബോർഡിനുൾപ്പെടെ ഇക്കാര്യത്തിൽ വളരെ നിർണായകമായ പങ്കുണ്ട് എന്ന നിഗമനത്തിലേക്കും നിരീക്ഷണത്തിലേക്കും എത്തിയത്. ഇത് തെളിയിക്കുന്ന രേഖകളാണ് നിലവിൽ ഹൈക്കോടതിക്ക് മുന്നിൽ ഉള്ളത്. ഇത്തരം രേഖകൾ കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത്. പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ എന്തുകൊണ്ട് നീണ്ടുപോയി എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തോട് നമ്മൾ വിവരങ്ങൾ തേടിയപ്പോൾ അവർ പറഞ്ഞ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ പത്മകുമാർ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല, 2019 ഈ സ്വർണം ചെമ്പാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്തിറങ്ങുന്നു. 2019 ഫെബ്രുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയ്ക്ക് തുടക്കം കുറിക്കുന്നത്. ഇതിനുശേഷം 2019 മാർച്ചിലാണ് ഈ കട്ടളപ്പാളികൾ ആദ്യ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അത് സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി രേഖപ്പെടുത്തിയായിരുന്നു കട്ടളപ്പാളികൾ കൊണ്ടുപോയത്. തുടർന്ന് 2019 ജൂലൈയിലാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നത്. ഈ രണ്ട് സമയത്തും ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഉണ്ടായിരുന്നത് പത്മകുമാറായിരുന്നു. മാത്രമല്ല, ആദ്യം കട്ടളപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ അടങ്ങിയ ദേവസ്വം ബോർഡാണ് തീരുമാനമെടുക്കുന്നതും. തുടർന്നാണ് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവിടെ നിന്ന് ഈ കട്ടളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നതും. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കട്ടളപ്പാളികൾ കൊടുത്തുവിടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വീണ്ടും ഒരു പരിശോധനയ്ക്ക് ദേവസ്വം ബോർഡ് തയ്യാറായില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ കട്ടളപ്പാളികൾ എത്തിച്ച് അവിടെ പ്രദർശന വസ്തു ആക്കിയ ശേഷമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ കട്ടളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിക്കുന്നത്. ഇതിനുശേഷവും മാസങ്ങൾ കഴിഞ്ഞാണ് അത് സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ സമയത്തൊന്നും കൃത്യമായ പരിശോധനകൾ നടന്നില്ല. അന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ കട്ടളപ്പാളികൾ കൊണ്ടുപോയിരിക്കെ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട വീണ്ടും ഒരു പരിശോധനയ്ക്ക് അന്ന് പത്മകുമാർ തയ്യാറായില്ല, അല്ലെങ്കിൽ പത്മകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങൾ തയ്യാറായില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാർ ചോദ്യ മുനയിലേക്ക് വരുന്നു. പത്മകുമാർ SITക്ക് മുന്നിലെത്തി എന്നാണ് വിവരം. വിവരങ്ങൾ നൽകുകയായിരുന്നു രാജീവ്.